മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളില്ലാത്ത ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തരുതെന്ന ആലപ്പുഴ പോർട്ട് ഓഫീസിന്റെ ഉത്തരവ് സ്വാഗതാർഹമെന്ന് വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതി. കേരള ഹൈക്കോടതിയുടെ 2026 ജനുവരി 20 ഇടക്കാല ഉത്തരവ് പ്രകാരം ഏപ്രിൽ 19 മുതൽ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റുമില്ലാത്ത ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്താൻ പാടില്ലെന്നാണ് ആലപ്പുഴ തുറമുഖ ഓഫീസിന്റെ സർക്കുലർ. ഈ ഉത്തരവ് സ്വാഗതാർഹമാണെന്ന് വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതി സെക്രട്ടറി KM പൂവ് പ്രതികരിച്ചു. വേമ്പനാട്ട് കായലിലെ ഹൗസ് ബോട്ടുകളിൽ നിന്ന് കായലിലേക്ക് ഒഴുക്കിവിടുന്ന മാലിന്യങ്ങളുടെ പ്രശ്നം ദശാബ്ദങ്ങളായി തുടങ്ങിയതാണ്. എല്ലാ വർഷവും ഗവൺമെൻറ് അല്ലെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൽ ഇടപെടുകയും നടപടിയെടുക്കുമെന്നും വാദം വരാതെ പറയാറുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. നല്ല കാര്യമെന്നേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേങ്കിൽ ഇതുപോലും നടപ്പിലാക്കുമോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംശയം. അതായത് വേമ്പനാട്ട് കായലിൽ ശരിക്കും ഓടാനുള്ള കപ്പാസിറ്റി, ഈ ആലപ്പുഴയിൽ മാത്രം ഓടാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 700 എണ്ണമായിട്ട് ഗവൺമെൻറ് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ 700 ഹൗസ് ബോട്ടുകളിലധികം ഇവിടെ പാടില്ല എന്നുള്ള നിയമമുണ്ട്. എന്നിരുന്നാൽ തന്നെ 1500 പരം ഹൗസ് ബോട്ടുകളാണ് ഇപ്പോൾ അവിടെ ആലപ്പുഴ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്, കായൽ തീരവാസികളെ സംബന്ധിച്ച് ഈ ഹൗസ് ബോട്ടുകളിൽ നിന്നും മാലിന്യം ഒഴുക്കിവിടുന്നത്, അതായത് കക്കൂസ് മാലിന്യങ്ങളുണ്ട്, അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്, അതുപോലെ ശിക്കാരകളിൽ നിന്ന് ഒഴുക്കിവിടുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇതെല്ലാം വേമ്പനാട്ട് കായലിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേമ്പനാട്ട് കായലിലെ മലിനീകരണം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഈ കോളിഫോം ബാക്ടീരിയയുടെ അളവ് വർദ്ധിപ്പിക്കും. ഇത് തീരവാസികളുടെ, കായൽ തീരവാസികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, കക്കാത്തൊഴിലാളികളുടെയൊക്കെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഉത്തരവ് കർശനമായി പാലിക്കപ്പെട്ടാൽ കായലിലെ ജലമലിനീകരണം, മത്സ്യസമ്പത്തിനുള്ള ദോഷവും പരിഹരിക്കാൻ കഴിയുമെന്നാണ് സംരക്ഷണ സമിതിയുടെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ചുള്ള തുറമുഖ വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്.